അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണേ. നിന്റെ ജട്ടി വീഡിയോ കാണുന്നുണ്ടോ അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ജട്ടി കാണി. അപ്പൊ ഷാജിദ ഷാജി അങ്ങനെ എല്ലാ അടവും തൂറ്റിപ്പോയി 18ാമത്തെ അടവുമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് പുള്ളിക്കാരന്റെ അവസാനത്തെ അടവാണ്. എന്താണെന്നല്ലേ, സ്വന്തം മക്കളെ വെച്ച് കളിക്കുക, അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുക. ഇപ്പൊ ഷാജിദ ഷാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പബ്ലിക്കായി സ്വന്തം ഉമ്മാക്കെതിരെ ഓരോന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ. അല്ലെ, എന്റെ ഉമ്മ ആള് ശരിയല്ല, എന്നോട് പക്ഷാപാതം കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ആ ഉമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അവസാനം ആ ഉമ്മ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുകയും എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് വോയിസ് ക്ലിപ്പായി പുറത്തുവിടാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറം ലോകത്തേക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഷാജിദയുടെ പദ്ധതികളെല്ലാം അങ്ങോട്ട് പാളിപ്പോയി. അതുവരെ ഉമ്മാക്കെതിരെ എന്ത് തോന്നിയ ദിവസവും പറയാം, അവർക്ക് തനിക്കെതിരെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ധൈര്യമായിരുന്നു പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഉമ്മാൻ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുമെന്ന്. എന്തായാലും തന്റെ പദ്ധതികളെല്ലാം പാളിയെന്ന് മനസ്സിലായതോടെ ഷാജിദ സ്വന്തം യൂട്യൂബ് ചാനൽ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ തുടങ്ങി. ഉമ്മ വീട്ടിനുള്ളിൽ ഷെഡിട്ട് നിൽക്കുന്ന വീഡിയോ പുറത്തു വിടുന്നു, മക്കളെയും കൊണ്ട് കരഞ്ഞ് വീഡിയോ ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം റബ്ബേ. പക്ഷെ അതൊന്നും വില പോകില്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ അവസാനത്തെ സ്വന്തം മക്കളെ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഷാജിദ അയൽവാസികളുമായും സ്വന്തം ഉമ്മയുമായും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. നിന്റെ ജട്ടി വീഡിയോ കാണുന്നുണ്ടോ അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ചട്ടി കാണിക്കും. സ്വന്തം ഉമ്മനോടാണ് ഈ പറയുന്നത്. നിന്റെ ചെട്ടി കാണിക്കുന്ന വീഡിയോ, പൊക്കിയിട്ട് ചെട്ടി കാണിക്കുന്ന വീഡിയോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് നോക്കി. സ്വന്തം ഉമ്മയെ സ്ത്രീ അഭിസംബോധന ചെയ്യണമെന്ന് നോക്കണം നിങ്ങൾ. നീ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം ഉമ്മയെ നീ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഉമ്മയോട് പറഞ്ഞത് കേട്ടില്ലേ, നിന്റെ ചെട്ടി കാണിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നോക്കി. സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മാന്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ പുറത്ത് വിട്ടതിന് ശേഷം ഷാജി ഉമ്മ ചെട്ടി കാണിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ടൻ കോമഡിയാണ്. ആ വീഡിയോ പുറത്ത് വിട്ട് ഷാജിദ നല്ല തെറിവിളി കേൾക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി, പുള്ളിക്കാരി തന്നെ അത് റിമൂവ് ചെയ്ത് കേട്ടോ. പക്ഷെ റിമൂവ് ചെയ്താലും അതൊക്കെ പലരും സേവ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇമാതിരി നാരത്തരം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഷാജിദിന്റെ, സമ്മതിച്ചെന്ന് കേട്ടോ. സ്വന്തം ഉമ്മ എത്ര നല്ല സ്ത്രീ ആയിക്കോട്ടെ, മോശം സ്ത്രീ ആയിക്കോട്ടെ, ആ ഉമ്മ വീട്ടിന്റെ അകത്തളത്തിൽ ഷെഡ്യൂം ധരിച്ച് നിൽക്കുന്ന വീഡിയോ പുറത്ത് വിടണമെന്നുണ്ടെങ്കിൽ ഇതിനും വലിയ തമ്മാടിത്തരം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും അതപ്പതിച്ചൊരു പരിപാടി മറ്റാരെങ്കിലും കാണിക്കുമോ? എനിക്കറിയില്ല. ഷാജിദയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നും വേണ്ട ഷാജിദ, ആ ഉമ്മാന്റെ വീഡിയോ വേറെ ആരെങ്കിലും എടുത്ത് വേറെ ഏതെങ്കിലും സൈറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എല്ലാവർക്കും അറിയും. ഉമ്മ ചട്ടി കാണിക്കാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. ഇങ്ങനെ തൊഴിലുള്ള ജീവിതത്തെ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. എന്തൊരു അഭിമാനത്തോടാണ് പറയുന്നത് അല്ലേ, സ്വന്തം ഉമ്മ ജഡ്ഡി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ. ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്ന ഒരാളെ മാത്രമേ എനിക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുള്ളൂ, ഷാജിദ ഷാജി. വേറൊരാളും ഈ കാര്യം ഇത്ര അഭിമാനത്തോടെ വിളിച്ചു പറയില്ല. എന്തായാലും അതിനിടയ്ക്ക് അയൽവാസിയായിട്ടുള്ള ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, സ്വന്തം ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ നായിന്റെ മോളാണ് ഷാജിദ ഷാജി എന്ന്. അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഷാജി തന്നെ ചോദിച്ച് മേടിച്ച വിളിയാണ്. എന്തായാലും കൊള്ളാം, ഷാജിദയ്ക്ക് ഇതൊരു അഭിമാന നിമിഷം തന്നെ. കാരണം അമ്മാതിരി നല്ല കാര്യങ്ങളാണല്ലോ ഇപ്പൊ പബ്ലിക്കിൽ വന്ന് ചെയ്ത് കൂട്ടുന്നത്. ബാക്കി പറഞ്ഞാട്ടെ. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട പുളുത്തി. ഇതാണ് ആ കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ, കഞ്ചാവടിയൻ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട വൈറൽ. അപ്പൊ ഇതാണ് പെണ്ണും പിള്ളേനെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത്. അവസാനം പറഞ്ഞ ഡയലോഗ് മനസ്സിലായല്ലോ, ഞാൻ ഇട്ടാ വൈറലാകും, നീ ഇട്ടാ വൈറലാവില്ല എന്നൊക്കെ. സംഭവം പുള്ളിക്കാർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്ത് തമ്മാടിത്തരം അതിലൊന്ന് കാണിച്ചു കൂട്ടിയാലും കാണാൻ കുറച്ച് ആൾക്കാരുണ്ട്. അതിന്റെ ഭരത്തിലായിരുന്നു ഈ കാലം അത്രയും ഇമാതിരി ഉളുപ്പില്ലായ്മ കാണിച്ചു കൂട്ടിയത്. അതിന്റെ ധൈര്യത്തിലായിരുന്നു കുടുംബത്തിൽ കയറി ഓരോന്നും ഷാജിദ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയത്. ഇപ്പൊ ഷാജിദന്റെ ഉമ്മയുമായി സംസാരിച്ചപ്പോൾ ഷാജിദന്റെ ഉമ്മ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഇവരുടെ വീട്ടിലേക്ക് ആരും അധികം വരാറില്ല. കാരണം എന്താണ്, ആര് വീട്ടിലേക്ക് വന്നാലും ഷാജിദ അവരുടെയൊക്കെ വീഡിയോ എടുത്തു വെക്കും, എന്നിട്ട് യൂട്യൂബിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഷാജിദായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ മറ്റാർക്കും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയതും അത് തന്നെയാണല്ലോ. കുടുംബത്തിൽ ഇനി ഷാജിദ യൂട്യൂബ് ചാനലിലൂടെ നാറ്റിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന സകലരെയും നാറ്റിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ഫെയിമും റീച്ചും ഈ പെണ്ണുമ്പുള്ള അക്ഷരാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. അതൊന്നും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല. സ്വന്തം പ്രിവിലേജിനെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷാജിദ ഇത് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയും. സ്വന്തം ഭർത്താവ് മരിച്ചപ്പോൾ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിൽ 5 മക്കളെയും കൂട്ടി കൊണ്ടുവന്ന്
കരഞ്ഞു കുറെ വീഡിയോസ് ചെയ്ത്. അത് കണ്ട് പലരും പാവല്ലേ എന്ന് വിചാരിച്ച് ഷാജിദയെ പിന്തുണച്ചു. ആ പിന്തുണ വെച്ച് താൻ വെറുക്കുന്നവർക്കെതിരെ ഒരു ആയുധമായി ഷാജിദ ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ ആയുധം തന്നെ ഒരു ബൂമറാങ് പോലെ ഷാജിദക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോ ഷാജിദക്ക് കുടുംബത്തിലുള്ള ആരെയും യൂട്യൂബ് ചാനലിട്ട് നാറ്റിക്കാൻ പറ്റത്തില്ല. കാരണം ഷാജിദ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞല്ലോ. ഇനി ഷാജിദ നാറ്റിക്കാൻ ശ്രമിക്കും തോറും ഷാജിദ തന്നെ ആയിരിക്കും നാറിക്കൊണ്ടിരിക്കുക. അതിപ്പോഴും ഷാജിദക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എന്തായാലും ബാക്കി നോക്കാം. ഓ നന്നെങ്കിൽ ഇത്ര ഇല്ല എന്നെ അങ്ങനെ അങ്ങോട്ട് മലിക്കും, മൂക്കിൽ വലിക്കണ്ടേ. ഓരോവന്മാരും എന്നെ ഒന്നും കാട്ടില്ല, ഒരു 10 വയസ്സ് തരില്ല. എന്നെ അങ്ങോട്ട് പിടിങ്ങിട്ടുള്ളൂ, ലക്ഷങ്ങൾ അങ്ങോട്ട് പിടിങ്ങിട്ടുള്ളൂ. എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം അയൽവാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. കഞ്ചാവടയും മുത്തു, കള്ളുകൂടിയും സിനാനും എന്നൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഈ പെണ്ണുമ്പിള്ളേനെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോവാണെങ്കിൽ ഈ സ്ത്രീയെ മിക്കവാറും ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഇപ്പൊ ഇമ്മയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവരുടെ 1-2 അയൽവാസികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാധ്യത കാരണം അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പുറത്തു വിടുന്നില്ല കേട്ടോ. കാരണം അവർ തന്നെ എന്നോട് പേഴ്സണലി ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്, ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുറത്തറിയരുത് എന്ന്. കാരണം പുറത്തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവൾ വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് മാന്യമര്യാദയായിട്ട് ഈ നാട്ടിൽ ജീവിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുറത്തറിയരുത് എന്ന് അവർ എന്നോട് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. പക്ഷെ ഭാവിയിൽ അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന പ്രകാരം ഞാനത് പുറത്തു വിടുന്നതായിരിക്കും. അതും കൂടി പുറത്തു വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഷാജിദ തീർന്ന്. കാരണം അമ്മാതിരി ഓരോ അപരാധങ്ങളാണ് സ്വന്തം അയൽവാസികളോട് ഷാജിദ കാലങ്ങളായി കാണിച്ചു കൂട്ടുന്നത്. അത് അങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. എനിവേ അങ്ങനെ എല്ലാ രീതിയിലും ഷാജിദക്ക് തിരിച്ചടി കിട്ടിയതോടെ എന്താക്കിയെന്ന് അറിയോ? ഷാജിദ പുതിയൊരു തുറപ്പിച്ചിട്ടിൽ അങ്ങ് രംഗത്തിറക്കി. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവസാനത്തെ അടവാണ് കേട്ടോ. ആ തുറപ്പിച്ചിട്ട് മറ്റാരുമല്ല, സ്വന്തം മക്കള് തന്നെ. ഇന്നലെ ആ മക്കളെ യൂട്യൂബ് ചാനലിൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എന്താ പറയാമെന്ന് പറഞ്ഞാൽ കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എന്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. അതെ, ചെയ്ത കാര്യം മൊത്തം പറയാൻ നിങ്ങളുടെ ഉമ്മ ഉണ്ടല്ലോ, അത് പോരെ. സത്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ടായാൽ പോരെ. സന്തോഷം, ബാക്കി പറഞ്ഞിട്ട് അറിയൂല. അപ്പൊ ഈ എന്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി. അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണേ. ഉമ്മ പറയിപ്പിച്ചതേ അല്ല. അത് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. ഉമ്മ പറയിപ്പിച്ചതേ അല്ല. ഉമ്മ മക്കളെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതല്ല എന്ന് നല്ലോണം മനസ്സിലാക്കുന്നു. എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഈ മക്കളോടല്ല, ഷാജിദയോടാണ്. നിങ്ങൾ ആരെയാണ് ഷാജിദ ഈ പൊട്ടന്മാരാക്കുന്നത്? ഇത് കണ്ട് ഏത് ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഷാജിദ മക്കളെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുകയാണെന്നുള്ളത്. എന്നിട്ട് കാര്യമായിട്ട് വീഡിയോയിൽ വന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇത് എന്റെ ഉമ്മ പറഞ്ഞ് പറയിപ്പിച്ചതല്ല എന്നൊക്കെ. ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാൻ കേട്ടോ ഷാജിദ. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ മക്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഷാജിദയുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന് ഷാജിദക്കും ഷാജിദന്റെ വീട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളത്. അത് സത്യമാണ്. ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവല്ലാതെ മറ്റൊരു അറിവുമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെല്ലാം പരിമിതമാണ്. പക്ഷെ ആ പരിമിതമായ അറിവിൽ ഇന്നുകൊണ്ട് തന്നെ ഇത്രയും കാലം എല്ലാവരും ഷാജിദയോട് പറയാൻ ശ്രമിച്ചെന്താണ്, ദയവ് ചെയ്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക് ആക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് പബ്ലിക്കിൽ ഇട്ട് നാറ്റിക്കരുത് എന്ന്. അതല്ലാതെ നിങ്ങളുടെ കുടുംബകാര്യം അറിയാനും അതിൽ ഇടപെടാനൊന്നും ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല, പ്രത്യേകിച്ച് ഷാജിദന്റെ. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും നിങ്ങളുടെ ഉമ്മക്കില്ല മക്കളെ. നിങ്ങളുടെ ഉമ്മാന്റെ വിചാരം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന എല്ലാ തോന്നിയാസവും അതിലിടാന്നുള്ളതാണ്. ആ ചിന്തയിൽ നിന്നും ഇപ്പോഴും നിങ്ങളുടെ ഉമ്മ പുറത്തു വന്നിട്ടില്ല. അതിനെതിരെയാണ് ഇവിടെ സകല ആളുകളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉമ്മ ഞാൻ ചെയ്യുന്ന എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് വീണ്ടും അതേ കാര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇമാതിരി ഉള്ള പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അവസാനിപ്പിക്കില്ലെന്ന് അറിയാം, കാരണം അതിനുള്ള ബോധം ഷാജിദക്ക് വേണ്ടേ. പക്ഷെ നമ്മുടെ മനസ്സമാധാനത്തിന് പറയുന്നു എന്നുള്ളത് കേട്ടോ. പക്ഷെ എന്തായാലും മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഉമ്മ കാണിച്ചു കൂട്ടുന്ന മാതിരി ഏടാ കൂട്ടത്തിൽ തല വെക്കാൻ നിൽക്കരുത്. നിങ്ങളൊക്കെ മക്കളാണ്, നിങ്ങൾക്ക് നല്ല ഭാവി മുന്നിൽ കിടപ്പുണ്ട്. ദയവ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇമാതിരി ഉമ്മയുടെ ഓരോ കന്നൻ തിരിവുകൾക്ക് തല വെച്ചിട്ട് ഉള്ള ഭാവം കൂടി കളയരുത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇപ്പോൾ അല്ല നിങ്ങൾക്ക് മനസ്സിലാവുക, കുറച്ചും കൂടി വലുതായിട്ടായിരിക്കും മനസ്സിലാവുക. അപ്പോഴേക്കും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഈ പ്രായം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ എന്താണോ പറയുന്നത് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രായമാണ്. സ്വന്തം ഉമ്മ നിങ്ങളുടെ ഉമ്മാമ്മ മോശപ്പെട്ട സ്ത്രീയാണെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അതായിരിക്കും വിശ്വസിക്കുക. കാരണം അതാണ് നിങ്ങളുടെ പ്രായം. അപ്പൊ ആ പ്രായത്തിൽ സ്വന്തം ഉമ്മ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാകും. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇത് കണക്ക് കൂട്ടുന്നുള്ളൂ. ദയവ് ചെയ്ത് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. നിങ്ങൾ ഇല്ല എങ്കിൽ നാളെ നിങ്ങളുടെ ഭാവി ഇത് തീർച്ചയായിട്ടും ബാധിക്കും. നിങ്ങൾക്കൊക്കെ നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ മക്കളെ. അവിടെ വെച്ച് നിങ്ങളുടെ സഹപാഠികളും ടീച്ചറും നിങ്ങളുടെ ഈ കണ്ണി കാണുന്നൊന്ന് ആലോചിച്ച് നോക്കി. കളിച്ച് നടക്കേണ്ട പ്രായമാണ്, ജീവിതം ആസ്വദിക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ഉമ്മാന്റെ ഇമാതിരി വട്ട് കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കരുത്. സ്നേഹം കൊണ്ട് പറഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.